ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഇത് 2 ദിവസമൊക്കെ പുറത്ത് വെക്കുകയാണെങ്കിലും ഒരു കേടൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടായാലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് നിലക്കടലയാണ്. 1 കപ്പ് പറഞ്ഞാൽ 250 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു 300 ഗ്രാം അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് അവലായാലും കുഴപ്പമില്ല, മട്ട അവലായാലും വെളുത്ത അവലായാലും ഏതായാലും പ്രശ്നമില്ല. അതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അവൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായി പൊടിക്കണമെന്നില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 അച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നല്ല ഡാർക്ക് കളർ കറുപ്പ് ഒരു 1/2 അച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് അത്ര കളർ പോരാന്നുള്ളത് കൊണ്ട് ഞാൻ കറുത്ത ഒരു വെല്ലം കൂടി എടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളതുകൊണ്ട് ഞാനതൊരു കപ്പ് ഇട്ട്. അല്ല, നിങ്ങളുടെ അടുത്ത് സാധാരണ തേങ്ങ നമുക്ക് മതി. അതൊരു കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചില്ലേ വെല്ലം, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര കറുപ്പാകാൻ കാരണം ഞാൻ നല്ല കറുത്തൊരു കഷ്ണം വെല്ലം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 അച്ച് വെല്ലം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച നിലക്കടലയും കൂടെ തന്നെ അവിലുണ്ടല്ലോ, അത് നന്നായി പൊടിച്ച് വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടേയിരിക്കുക. പിന്നെ വേണ്ടത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ് കേട്ടോ. ഏലക്കായ് പൊടിച്ചത് 1 ടീസ്പൂണ് വേണ്ട, 1/2 ടീസ്പൂണ് മതി. പിന്നെ പഞ്ചസാര ഏലക്കായ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് നെയ്യോടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഇത് എന്താ പറയുക, ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെങ്കിൽ ആ പാത്രത്തിലൊന്ന് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് വെക്കുക കേട്ടോ. ഞാൻ ഈ 2 പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇത്തിരി നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക.